അടുത്ത് മരിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുവിധം ഒരു ക്ലാസ്സിൽ 100 പേരോട് ചോദിച്ചാലും 90 പേർക്കും പ്രിയപ്പെട്ടതെന്ന് പറയുന്ന കുറച്ച് എഴുത്തുകാരിൽ ഒരാളുണ്ട് അല്ലെ? ആരാണ്? MT എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർ, ഇത്രയും വായിച്ചിട്ടുള്ള ആൾക്കാർ ഒന്ന് കൈപൊക്കി. ഒരുവിധം എല്ലാ ആൾക്കാരും വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ശരി. നിങ്ങൾ വായിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട MTയുടെ ഇഷ്ടമുള്ള രചനകളുണ്ട്. ഏതെങ്കിലും ഒരു രചനയുടെ പേര് ആമിനായിരം കാണാതെ ഒന്ന് എഴുതിയെടുക്കുക. നിങ്ങൾ എഴുതാം. കാണിച്ച് ഏത് പുസ്തകമാണ് ഇദ്ദേഹത്തിന് MTയുടെ പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? റെഡിയാണോ? ഏത് പുസ്തകമാണ് ഇദ്ദേഹത്തിന് MTയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? റെഡിയാണോ? ഓക്കെ, നല്ലൊരു കൈ കൊടുത്തുള്ളൂ. ആമിനായതിലെ MTയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി. ഇത് ട്രിക്സ് ആണ്, ടെക്നിക്കാണ്, ബുദ്ധിയുടെ ഒരു കളിയല്ല, ഒരു ട്രിക്സ് ആണ്, ടെക്നിക്കാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അതാണോ അല്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. നോക്കാം നമുക്ക് MTയുടെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ് നമ്മൾ ഒന്ന് പറഞ്ഞോളൂ. രണ്ടാം മൂയം, നാലുകെട്ട്, വാനപ്രസ്ഥം, മഞ്ഞ്, കാലം, വാരണാസി, അസുരവിത്ത്, ഒരു ചെറുപുഞ്ചിരി, വാഴിക്കുയി, അറബിപ്പൊന്ന്, ഗോപുരനടയിൽ, നഷ്ടപ്പെട്ട ദിനങ്ങൾ, ഇരുട്ടിന്റെ ആത്മാവ്, ആൾക്കൂട്ടത്തിൽ തനിയെ, വിലാപയാത്ര, മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, അമ്മയ്ക്ക്, തന്ത്രക്കാരി, കളിവീട്, ദാറസലാം, പാതിരാവും പകൽ വെളിച്ചവും, പതനം, രക്തം പുരണ്ട മൺതരികൾ, പുസ്തകത്തിന്റെ പൂമുഖം, രംഗം, നിന്റെ ഓർമ്മ. പഠിക്കണ്ടേ? പഠിച്ചാലേ ചെയ്യാൻ പറ്റാ? പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, നല്ല ക്ലാപ്പ് കൊടുത്തിട്ട് നമ്മൾ പുതിയ കുറെ കാര്യങ്ങളും പുതിയ കുറെ ടെക്നിക്കുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ട് ഇതിനേക്കാൾ കണ്ടതൊന്നുമല്ല കളി, കാണാൻ പോകുന്നതാണ് കളി. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.